तेरा फूल फूल चेहरा मैं सदा बहार देखूं, वो घड़ी कभी ना आए तुझे बेकरार देखूं। तेरा फूल फूल चेहरा मैं सदा बहार। ഹുസൂർ തിരുമനസ് 1950 സെപ്റ്റംബർ 15 പാകിസ്ഥാനിലെ റബ പട്ടണത്തിലാണ് ജനിച്ചത്. तुझे बेकरार देखूं ऐ मकीन दिल तुझी से है जहान दिल की रौनक ऐ मकीन दिल तुझी से है। മിർസ മൻസൂർ അഹമ്മദ് സാഹിബും പരേതയായ നാസിറ ബീഗം സാഹിബയുമാണ് ഹുസൂർ തിരുമനസിന്റെ മാതാപിതാക്കൾ. നമ്മുടെ ഹുസൂർ തിരുമനസ് ഹസ്രത്ത് മസീമോദ് അലൈഹിസ്സലാമിന്റെ പൗത്രന്റെ മകനുമാണ്. മുക്കറമ അമത്തുൽ സബൂർ സാഹിബ ഹുസൂറിന്റെ ഭാര്യയും മുക്കറമ അമത്തുൽ വാരി സാഹിബ, മുക്കറം മിർസ വക്കാസ് അഹമ്മദ് സാഹിബ് എന്നിവർ ഹുസൂറിന്റെ മക്കളുമാണ്. कभी ना आए तुझे बेकरार देखूं. 1977 ഹുസൂർ തിരുമനസ് തന്റെ അഗ്രികൾച്ചറൽ എക്കണോമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് നേടിയത്. തുടർന്ന് അദ്ദേഹം തന്റെ ജീവിതം ഇസ്ലാമിക സേവനത്തിനായി സമർപ്പിച്ചു. तेरी दीद से सवा हो मेरा शौक दीद हर पल कहे चश्मे नम चल के तुझे. ഹുസൂർ തിരുമനസിനെ വഖഫ് ജിന്ദഗിക്ക് ആഫ്രിക്കയിലെ ഗാനയിലേക്ക് അയക്കുകയും അവിടുത്തെ വിവിധ അഹമ്മദിയ സ്കൂളുകളിൽ പ്രിൻസിപ്പളായി കുറെ കാലം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. बहार देखूं वो घड़ी कभी ना आए तुझे बेकरार देखूं. शब हिज्र में तू आखिर आएगा चांद बनकर. ഈ കാലയളവിൽ ഘാനയുടെ ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തിന്റെ മണ്ണിൽ വിജയകരമായി ഗോതമ്പ് കൃഷിയും അദ്ദേഹം ചെയ്തു. പിന്നീട് തിരികെ പാകിസ്ഥാനിലെത്തിയ അദ്ദേഹം റബയിൽ സ്ഥിതി ചെയ്യുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആസ്ഥാനത്തിൽ വിവിധ പദവികളിൽ സേവനമനുഷ്ഠിച്ചു. तेरा फूल आजकल दुआओं पे जोर दें, दुआओं पे जोर दें, दुआओं पे जोर दें. बहुत दुआएं करें, बहुत दुआएं करें, बहुत दुआएं करें. अल्लाह ताला अपनी ताईद व नुसरत फरमाए और अहमदियत का ये काफिला अपनी तरक्कियात की तरफ रवां दवा रहे. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 4ാം ഖലീഫ ഹസ്രത്ത് മിർസ താഹിർ അഹമ്മദ് റഹ്മത്തുള്ളാഹി തആലയുടെ വിയോഗാനന്തരം 2003 ഏപ്രിൽ 22-ന് ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യദുല്ലാഹു തആല ബിൽ അസരിൽ അസീസ് വഖ്തത്ത് മസീഹ് അലൈഹിസ്സലാമിന്റെ 5ാം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. जिंदगानी मनवीद सुबह नौ में तुझे नूर बार देखूं. तेरा फूल फूल चेहरा मैं सदा बहार देखूं. वो घड़ी कभी ना आए तुझे बेकरार. അന്നു മുതൽ അദ്ദേഹം 200-ലധികം രാജ്യങ്ങളിലായി പരന്നു കടക്കുന്ന ശതലക്ഷക്കണക്കിലുള്ള അഹമ്മദീ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായി പ്രവർത്തിച്ചു വരുന്നു. വാഗ്ദത്ത മസീഹിന്റെ ഖലീഫ എന്ന നിലക്ക് അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് എന്ന് വിളിക്കപ്പെടുന്നു. गो हजार बार देखूं
അഹമ്മദിയത്തിന്റെ ആഗോള ആത്മീയ നേതാവ് എന്ന നിലയിൽ ലോകം മുഴുവനുമുള്ള അഹമ്മദി മുസ്ലിങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടി ദിനം പ്രതി ആയിരക്കണക്കിന് കത്തുകളാണ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിന് ലഭിക്കുന്നത്. അഹമ്മദികളല്ലാത്തവരും അദ്ദേഹത്തിന് കത്തുകൾ അയക്കാറുണ്ട്. ഈ കത്തുകൾക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം അദ്ദേഹം അഹമ്മദികളും അല്ലാത്തവരുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ചകളും നടത്തുന്നു. तेरा फूल फूल चेहरा मैं सदा. ഇതിനു പുറമെ എല്ലാ വെള്ളിയാഴ്ചയും ലോകം മുഴുവനുമുള്ള അഹമ്മദി മുസ്ലിങ്ങളെ പ്രത്യേകമായും മറ്റുള്ളവരെ പൊതുവിലും അഭിസംബോധന ചെയ്തുകൊണ്ട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ജുമാ കുത്തുബ നിർവഹിക്കുന്നു. ഈ കുത്തുബ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലായ MTA ഇന്റർനാഷണലിലൂടെ വ്യത്യസ്ത ഭാഷകളിൽ പരിഭാഷ ചെയ്തുകൊണ്ട് തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ടു. ഈ കുത്തുബകളിലൂടെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് പ്രാധാന്യമർഹിക്കുന്ന പല വിഷയങ്ങളും അഹമ്മദി മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ലോകത്തെയും ഉപദേശിക്കുന്നു. ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇസ്ലാമിന്റെ ശാന്തിയുടെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുന്നതിനായി വിശാലമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. പരസ്പര മതസൗഹാർദ്ദത്തിനും ആഗോള സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുകയും അതിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ മുസ്ലിം നേതാവാണ് ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യഹദുല്ലാഹു തആല ബിൽ അസിനിൽ അസീസ്. ആഗോളതലത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായി 2004 ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യഹദുല്ലാഹു തആല ബിൽ അസിനിൽ അസീസ് പീസ് സിംപോസിയം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു. മനുഷ്യ സേവനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും രാഷ്ട്ര നേതാക്കളോട് മാനവികതയുടെ സേവനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. मैं सदा बहार देखूं, वो घड़ी कभी ना आए, तुझे बेकरार देखूं.